എല്ലാവർക്കും കുക്കിംഗ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓലനാണ്. അത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. അതെന്തൊക്കെയാണെന്ന് നോക്കാം. കുമ്പളങ്ങ ഏകദേശം 1/2 കിലോ എടുത്തിട്ടുണ്ട്. പിന്നെ വൻപയർ 1/2 കപ്പ് തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച് വേവിച്ചെടുത്തതാണ്. അതിനകത്ത് ഉപ്പും വെള്ളവും മാത്രം ഒഴിച്ച് വേവിച്ചതാണ്. പിന്നെ തേങ്ങാപ്പാലാണ്, ഒരു വലിയ മുറി തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. ഇത് 1-ാം പാല് 60 ml, ഇത് 2-ാം പാലും 60 ml ആണുള്ളത്. കൂടുതൽ വെള്ളം ആവശ്യമില്ല. ഇത് വേവുമ്പോൾ കുമ്പളങ്ങയിലും കൂടെ വെള്ളം ഇറങ്ങി വരുന്നത് കൊണ്ട് ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ വേണ്ടത് ഉപ്പ് 1 ടീസ്പൂൺ, ഒരു പച്ചമുളക്, കറിവേപ്പില, പച്ച വെളിച്ചെണ്ണ. ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. പാത്രത്തിലേക്ക് കുമ്പളങ്ങ അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും പച്ചമുളകും കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. വേവിച്ച് വെച്ച വൻപയറും 2-ാം പാലും കൂടെ ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുക. ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. പിന്നെ വെള്ളം കുറച്ചാണ് ഒഴിച്ചത്. ഇത് നമ്മൾ ഇലയിൽ സദ്യ വിളമ്പുമ്പോൾ ഇലയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഒഴുകി പോവാത്ത രീതിയിൽ വേണം കറി ലാസ്റ്റ് അതിൻ്റെ കൺസിസ്റ്റൻസി വരേണ്ടത്. അതുകൊണ്ടാണ് തീരെ കുറച്ച് വെള്ളം ഒഴിച്ചിരിക്കുന്നത്. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. അത് പകുതി വേവായിട്ടുണ്ട്. കുമ്പളങ്ങ പാകത്തിന് വെന്തിട്ടുണ്ട്. നല്ലോണം വെന്ത് വെള്ളം വറ്റി കിട്ടിയിട്ടുണ്ട്. ഈ കുറച്ച് വെള്ളമുള്ളപ്പോൾ നമുക്ക് തീ നന്നായിട്ട് കുറച്ചിട്ടിട്ട് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 1-ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ ഒരു തിള വന്നു കഴിഞ്ഞാൽ ഓഫ് ചെയ്യാവുന്നതാണ്. ഒഴിച്ചു കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകും. ഇതിനൊരു തിള വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ട് കറിവേപ്പിലയും ഒരു 1.5 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മൂടി വയ്ക്കും. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതൊരു 3 മിനിറ്റ് മൂടി വയ്ക്കുക. അങ്ങനെ സദ്യ സ്പെഷ്യൽ ഓലൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങാപ്പാലൊക്കെ കഷ്ണങ്ങളിൽ നന്നായിട്ട് പിടിച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. കൂടുതൽ ഇൻഗ്രീഡിയൻസ്